ഒരു ദൃശ്യം കാട്ടിത്തരാം. ഇതേ അങ്ങോട്ട് നോക്കി. ഒരു സഖാവ് എന്താണെന്നാണ്. ചുവപ്പ് നിറത്തിലുള്ള ഒരു കൊടി എവിടെയെങ്കിലും ഒന്ന് ചുരുങ്ങിയിരുന്നാൽ എന്തായിരിക്കും അവന്റെ മനസ്സിൽ ഉടനടി ഓടിയെത്തുക? അതിന് ഏത് ആനപ്പുറത്താണെങ്കിലും ഒരേ മനസ്ഥിതിയായിരിക്കും. നോക്കി. കമ്മ്യൂണിസ്റ്റുകാർ പരസ്പരം പേര് വിളിച്ചല്ല സംബോധന ചെയ്യേണ്ടത്. സഖാവെ എന്നാണ് വിളിക്കേണ്ടത്. സഖാവ് എന്ന വാക്കിന് സുഹൃത്ത് അല്ലെങ്കിൽ യാതൊന്നും പ്രത്യുപകാരമായി ആഗ്രഹിക്കാത്ത സതീർത്ഥ്യൻ എന്നാണ് അർത്ഥം. കണ്ടോ, മനോഹരമായ കാഴ്ചയല്ലേ? എഴുന്നള്ളത്തിന് കൊണ്ടുപോകുന്ന ആനയാണ്. അതിൻ്റെ മുകളിൽ ഇരിക്കുന്നവരെല്ലാവരും ഈ നാട്ടിൽ ചിലർ കരുതുന്നുണ്ട് വിശ്വാസി ആയതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന്. പക്ഷേ ആ ദൃശ്യം നോക്കിയേ. നിവർത്തിക്കെട്ടിരുന്ന കൊടിയ കാറ്റടിച്ചത് ചുരുണ്ടു പോയിട്ടുണ്ട്. ആ ആനപ്പുറത്തിരുന്ന് കടന്നു പോകുമ്പോൾ അങ്ങനെ ചുരുങ്ങിയിരിക്കുന്ന ഒരു കൊടി കാണുമ്പോൾ അതിനെ നിവർത്തിയിട്ട് പോകാനുള്ള ആ മനോഭാവമില്ലേ, അതാണ് പ്രസ്ഥാനത്തിനോടുള്ള ഒരു സഖാവിൻ്റെ ആത്മബന്ധം. ആ ചുവപ്പ് നിറത്തോടും ആ ചിഹ്നത്തോടുമുള്ള ഒരു മാനസിക അടുപ്പം. അതിന് ചെറിയൊരു ചുളിവ് പറ്റിയിരുന്നാൽ വല്ലാത്ത വിഷമമാണ്. ആ വിഷമം കൊണ്ടാണ് ആനപ്പുറത്തുകൂടിയാണ് സഞ്ചരിക്കുന്നതെങ്കിലും ക്യാമറ ഓണായിരിക്കുന്നത് കണ്ടില്ലെങ്കിൽ പോലും അദ്ദേഹം ഓട്ടോമാറ്റിക്കായിട്ട് അതങ്ങ് ചെയ്തു പോവുകയാണ്. പക്ഷെ ഒരു ക്യാമറയിൽ പതിഞ്ഞു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. കമ്മ്യൂണിസ്റ്റുകാർ പരസ്പരം പേര് വിളിച്ചല്ല സംബോധന ചെയ്യേണ്ടത്. സഖാവെ എന്നാണ് വിളിക്കേണ്ടത്. സഖാവ് എന്ന വാക്കിന് സുഹൃത്ത് അല്ലെങ്കിൽ യാതൊന്നും പ്രത്യുപകാരമായി ആഗ്രഹിക്കാത്ത സതീർത്ഥ്യൻ എന്നാണ് അർത്ഥം. ഇതൊക്കെ ഇങ്ങനെ ഒരു ദൃശ്യമായി പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് കുഞ്ഞൊരു വാർത്തയായിട്ട് ജനങ്ങളോട് പറയുന്നു, കാണിക്കുന്നു എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ. കേരളത്തിലെ ചില കോൺഗ്രസ്സുകാരും ചില ഓൺലൈൻ മഞ്ഞക്കാരൊക്കെ പറയുന്നിടത്തല്ല കമ്മ്യൂണിസ്റ്റുകൾ ഉള്ളത്. ജനഹൃദയങ്ങളിലുണ്ട്. ആ ജനഹൃദയങ്ങളിലുള്ളതിനെ ചില വാർത്തകൾ വച്ചിട്ട് എല്ലാം കഴിഞ്ഞു എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള ഉത്തരമാണ് ആ കണ്ടത്. കണ്ണ് നിറച്ച് കണ്ടോളൂ. ഇതാണ് സഖാവ്. കമ്മ്യൂണിസ്റ്റുകാർ പരസ്പരം പേര് വിളിച്ചല്ല സംബോധന ചെയ്യേണ്ടത്. സഖാവെ എന്നാണ് വിളിക്കേണ്ടത്. സഖാവ് എന്ന വാക്കിന് സുഹൃത്ത് അല്ലെങ്കിൽ യാതൊന്നും പ്രത്യുപകാരമായി ആഗ്രഹിക്കാത്ത സതീർത്ഥ്യൻ എന്നാണ് അർത്ഥം.